ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 165 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് രുക്മിണി ദേവി ആണ്. ഡൽഹിയിലാണ് രുക്മിണി താമസിക്കുന്നത്. തിരുവനന്തപുരത്തുകാരിയാണ്. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്ററാണ്. സായിരാം മാസ്റ്റർ തുടങ്ങിക്കോളൂ. സായിരാം. ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. ഇന്ന് ഡൽഹിയിലുള്ള രുക്മിണിയാണ് അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുന്നത്. അവർ തന്നെയാണ് പാരായണം ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ വത്സരമാമാണ് പാരായണം ചെയ്യുന്നത്? ഞാനാണ്. കാരണം രുക്മിണിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ. അപ്പോ രുക്മിണി പിന്നെ അങ്ങനെ രുക്മിണി പാട്ടിലെ എം എ എടുത്ത ആളാണ്. രുക്മിണി പാടും. വളരെ വളരെ സന്തോഷം കേൾക്കാൻ. അപ്പോ അന്ന് പിന്നെ വീഡിയോ ഓൺ ചെയ്തു, നിങ്ങളെ ഒന്ന് എല്ലാവരും കണ്ടോട്ടെ. അതിന് ശേഷം വത്സലാമ്മ പാരായണം ചെയ്യാൻ തുടങ്ങിക്കോളൂ. സായിരാം. രുക്മിണി ഓൺ ചെയ്ത് വെച്ചോളൂ, ഞാൻ എനിക്ക് വേണ്ടി വായിച്ചോളാം, പ്രശ്നമില്ല. സായിരാം. കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിരിക്കും മോളെ, മുഖം കട്ട് ചെയ്ത് പോണു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണേ, നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട്. ഫോണൊന്ന് മുകളിലോട്ടാക്കൂ. അല്ല, ഇത് മുഖം താഴ്ന്നു പോണു. താഴോട്ടാ വരുന്നു. ഓക്കെ ഇപ്പൊ ശരിയായി. സാരം. ഭഗവാന്റെ ഭഗവത് വാണി ഭാഗം 21 ഒരു ചെറിയ പോർഷനാണ് ഞാനിന്ന് വായിക്കുന്നത്. പ്രേമത്തിന്റെ ശക്തിക്ക് മാത്രമേ യഥാർത്ഥ ശക്തി നൽകുവാൻ സാധിക്കൂ. ഒരിക്കൽ കൃഷ്ണ ചൈതന്യൻ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി. അദ്ദേഹം വളരെ സുന്ദരനായ ഒരു യുവാവായിരുന്നു. അദ്ദേഹം ജഗന്നാഥ പ്രഭുവിനോട് ഇപ്രകാരമാണ് സംബോധന ചെയ്ത് സംസാരിച്ചത്: അങ്ങ് ജഗന്നാഥ്, ഈ ജഗത്തിന്റെ നാഥൻ മാത്രമല്ല, അങ്ങ് ഈ ലോകത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും ജീവന്റെയും ആത്മാവിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭുവാണ്. അങ്ങേക്ക് എന്തു വേണമെങ്കിലും നേടുവാൻ സാധിക്കും. ഞാൻ അങ്ങയിൽ നിന്നും യോഗശക്തിയോ ശാരീരിക ശക്തിയോ കാക്ഷിക്കുന്നില്ല. ഞാൻ അങ്ങയിൽ നിന്നും പ്രേമശക്തി മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ. അങ്ങയുടെ പ്രേമം എനിക്ക് ആവശ്യമുള്ള എല്ലാ ശക്തികളും നൽകിക്കൊള്ളും. അതായിരിക്കും എൻ്റെ യഥാർത്ഥ ശക്തി. പ്രേമശക്തി അഥവാ യഥാർത്ഥ ശക്തി പ്രദാനം ചെയ്യുന്നത് മറ്റ് ശക്തികളുടെ എല്ലാം പ്രയോജനരഹിതമാണ്. അതുകൊണ്ട് ഈശ്വരിൽ നിന്നും നാം പ്രേമശക്തി മാത്രമേ കാക്ഷിക്കാവൂ. ആ ശക്തി കൊണ്ട് ബാക്കി എല്ലാ ശക്തികളും ആർജിക്കുവാൻ നമുക്ക് സാധിക്കും. ഐശ്വര്യം, സമ്പത്ത് അല്ല നാം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ അഭിലാഷം ഹരിക്ക് വേണ്ടി ആയിരിക്കണം. ധനവാനായ ഒരു മനുഷ്യനെ അല്ല മഹാരാജാവ് എന്ന് കരുതുന്നത്. സർവസംഘ പരിത്യാഗിയായ ഒരു മനുഷ്യനാണ് മഹാരാജാവ്. അയാൾ യഥാർത്ഥ രാജാവാണ്. സമ്പത്തിൽ നിന്നും
കിടന്ന് ഉരുളുന്നതിലല്ല യഥാർത്ഥ ആനന്ദം അടങ്ങിയിരിക്കുന്നത്. ഈശ്വരന്റെ പ്രേമത്തിലും ഈശ്വര ചിന്തയിലും മുഴുകിയിരിക്കുന്നതാണ് ഏറ്റവും മഹത്തായ ആനന്ദവും യഥാർത്ഥ യോഗവും. ഈശ്വരൻ എന്റെ ഹൃദയവാസിയാണ് എന്ന് ചൈതന്യം പ്രഖ്യാപിക്കുവാൻ കാരണം എല്ലാ ജീവികളുടെയും അന്തരംഗവാസിയായ ആത്മാവായി എന്റെ ആത്മൻ വസിക്കുന്നു എന്ന ഭഗവാന്റെ പ്രഖ്യാപനമാണ്. ഈ മനുഷ്യ ശരീരം മാത്രമാണ് ഈശ്വരൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം കാലാതീതനാണ്, ആദിയും അന്ത്യവുമില്ലാത്തവനാണ്. ഈ സർവവ്യാപിയായ ഈശ്വരനെ കുറിച്ചുള്ള ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. ജയ സായിരാം. മോള് പറഞ്ഞോളൂ അനുഭവം. രുക്മിണി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. സായിരാം ആന്റിക്ക് എന്നെ കേൾക്കാമോ? സായിരാം. സായിരാം, രുക്മിണി പറഞ്ഞോളൂ. കേൾക്കാം. ഈ ലിങ്കില് ശൗച യജ്ഞത്തില് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. കാസർഗോഡിലുള്ള സതീഷ് സാറിനെ എനിക്ക് ബാലവികാസ് മോനെ ചേർക്കുമ്പോ തൊട്ട് അറിയാം. സാറിന് സായിരാം. എന്റെ മാതൃതുല്യയും ഗുരുസ്ഥാനീയമായ വത്സല ആന്റിക്ക് സായിരാം. പിന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ലക്ഷ്മൺ സാറിന് സായിരാം. പിന്നെ ഇവിടെ മാതൃതുല്യരായിട്ട് ഇവിടെ സന്നിഹിതരായിട്ട് എന്റെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. എന്താണ് ഞാന് പറഞ്ഞു തുടങ്ങേണ്ടത് എന്ന് വത്സല ആന്റി എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു. സ്വാമിയെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം തന്നതിന് ഭഗവാന് 1000 സായിരാം. എന്റെ പേര് രുക്മിണി എന്നാണ്. ഞാന് തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 15-16 കൊല്ലം കൊണ്ട് ഡൽഹിയിൽ താമസിക്കുന്നു. എന്റെ ഭർത്താവ് TVS ശ്രീചക്ര ടയേഴ്സില് അദ്ദേഹം എംപ്ലോയി ആണ്. ഒരു മകനുണ്ട്, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് എന്റെ സ്വദേശം. പാപ്പനംകോട് സമിതിയിലുള്ള ആളാണ് ഞാൻ. അപ്പോ ഞാൻ എന്റെ 2 അനുഭവങ്ങളാണ്, സമയം നഷ്ടപ്പെടുത്താതെ 2 അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. എന്റെ വീടെന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 മക്കള്. ഞാന് മൂത്ത പെൺകുട്ടി, എന്റെ ഇളയത് 2 അനിയന്മാര്. ഒരു അച്ഛൻ ബാങ്ക് ഓഫീസർ ആയിരുന്നു. ഒരു 15-16 വയസ്സൊക്കെ ആയപ്പോ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകുന്നില്ല, സ്വാമിയെ കുറിച്ച് പറയണമെന്നുള്ളതുകൊണ്ടാണ്. എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ട്രീറ്റ്മെന്റിനും അതിനും ഇതിനും 15-16 വയസ്സിൽ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ സൈക്കിൾ ഓട്ടിക്കുമായിരുന്നു, സ്റ്റിച്ചിങ് ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് RP, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. എല്ലാവർക്കും ഇതിലുള്ള മിക്കവാറും പേർക്കൊക്കെ ചിലതൊക്കെ അറിയാമായിരിക്കും. അപ്പോ സ്വാമിയിലോട്ട് ഞാൻ വരാനുണ്ടായ കാരണം എന്റെ അമ്മൂമ്മയാണ്, എന്റെ അച്ഛന്റെ അമ്മ. എന്റെ അച്ഛന്റെ അമ്മ ഒരു വലിയ വിശ്വാസിയായിരുന്നു സ്വാമി. അന്നത്തെ കാലത്ത് പോവാനും വരാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എന്റെ അമ്മൂമ്മ പർത്തിയിലൊന്നും പോയിട്ടില്ല. സ്വാമിയുടെ സമിതിയൊന്നും അവിടെ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസം മാറിയതിനു ശേഷം എനിക്കും കൂടെ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം എന്റെ മനസ്സിനകത്ത് എവിടെയോ ഉണ്ട് ഒരുപാട് സഹസ്രനാമം, അതായത് ഒരു ആത്മീയ രീതിയിലോട്ടായി എന്റെ ജീവിതം എന്നുള്ളത്. പഠിത്തവും നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാന് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പ്രചോദനം, എല്ലാറ്റിനും ഒരു കാരണം ഉണ്ടല്ലോ. അതായത് എന്റെ അച്ഛനെ സ്വാമി എങ്ങനെ സ്വാമിയിലോട്ട് കൊണ്ടുവന്നു. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിശ്വാസിയാണ്, അമ്പലത്തിൽ പോവും, പക്ഷെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവും, ചന്ദനം തൊടും, അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു ഒക്കേഷനിലായിട്ട് അമ്പലത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ പോവും. അങ്ങനത്തെ ഒരു ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോ ആരോ പറഞ്ഞു, ഓഫീസിൽ ഇങ്ങനെ പറഞ്ഞു, സത്യസായി മോൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്, മോൾക്ക് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്വാമിയിൽ വിശ്വസിക്കണം
എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് ഓഫീസിൽ ഒരാൾ ഒരു ബുക്ക് കൊടുത്തു. അപ്പൊ അച്ഛന് വിശ്വാസമായി. ഞാനും വീട്ടില് ഭജനയൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന, അതായത് 10 വർഷം 11 വർഷം എന്റെ പഠിത്തമൊക്കെ മുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് 25-26 വയസ്സായി. സ്വാമി എങ്ങനെയാണ് നമ്മളെ അടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ 2 അനുഭവത്തിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാമിയുടെ സങ്കല്പം വെറും സങ്കല്പമല്ല, വജ്രസങ്കല്പം. അതിനെക്കുറിച്ചാണ്. ഒരു ചെറിയ ഒരിതാണ് ഓർക്കണം. എനിക്ക് കാഴ്ചയില്ല. ഞാൻ 15-16 വയസ്സിൽ എൻ്റെ അമ്മൂമ്മ തൂക്കിയിട്ടിരുന്ന ഒരു പടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വാമി എന്ന് പറയുമ്പോൾ എനിക്ക് ആ പടമാണ് ഇന്നും വരുന്നത്. കാരണം അതിനുശേഷം എനിക്ക് കാഴ്ചയില്ല. അപ്പൊ എന്തായി, ഞങ്ങൾ എല്ലാവരും, അപ്പൊ അച്ഛന് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി, നമ്മൾ പർത്തിയിലോട്ട് പോണം. ഇവള് പഠിക്കാനൊക്കെ തുടങ്ങി, നന്നായിട്ട് ഒരുവിധം കുടുംബം ഒരു ഇതായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പർത്തിയിൽ പോയി. അച്ഛൻ അന്നും വിശ്വാസമില്ല. കാരണം സ്വാമി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ മാജിക് കാണിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ വന്നു. ഞങ്ങള് അവിടെ താമസിച്ചു. ഞാനാണെങ്കിൽ അമ്മയെ നിർബന്ധിക്കും, അമ്മ വാ നമുക്ക് നഗരസങ്കീർത്തനത്തിന് പോവാം, അവിടെ പോവാം, നമുക്ക് സ്വാമിയുടെ ഹാളിൽ ഇരിക്കാം. അപ്പൊ അച്ഛൻ അന്നും എഴുന്നേറ്റപ്പോ മണി 8 മണിയായി. ഓർക്കണം, നമ്മൾ പർത്തിക്കകത്ത് റൂം കിട്ടി നമ്മൾ താമസിക്കുകയാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ ഒരു 2ാമത്തെ ദിവസം അവിടെ 3 ദിവസം 4 ദിവസമാണ് അവിടെ താമസിക്കാൻ കിട്ടിയത്. 2ാമത്തെ ദിവസം അന്ന് ടോക്കൺ സംവിധാനമുണ്ട്. എനിക്ക് ആദ്യത്തെ ടോക്കൺ കിട്ടി. ഞാൻ ഫ്രണ്ട് റോയിലൊക്കെ ഇരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് സ്പെഷ്യൽ ഹാൻഡിക്യാപ്ഡ് ക്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പുറത്തിരുന്നു. ഒരു 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 രാവിലത്തെ ഒരു ദർശനം കഴിഞ്ഞിട്ട് അച്ഛൻ ആകെ അസ്വസ്ഥനായിട്ട് വന്നിരിക്കുകയാണ്. റൂമിലാണ് വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് എന്ന് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു, അതായത് സ്വാമിയിലുള്ള ആ ഒരാളെ നേരിട്ട് അച്ഛൻ കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം, ഒരു വഴി. കാരണം അച്ഛനെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സ്വാമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു വീട്ടിലും പറ്റില്ല. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു, അതായത് അച്ഛന്റെ അടുത്തിരുന്ന ഒരാള്, അച്ഛന്റെ അടുത്ത് തൊട്ടപ്പുറത്തിരുന്ന ഒരു വ്യക്തി കയ്യിൽ ഒരു ലെറ്ററുമായിട്ട് സ്വാമിയെ ഇങ്ങനെ അങ്ങോട്ട്, അന്ന് സ്വാമി ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ദർശനത്തിന് വരും. അപ്പോ കേൾക്കാമോ സായിരാം? കേൾക്കാം. പറഞ്ഞോളൂ. ദർശനത്തിന് സ്വാമി വരികയാണ്. സ്വാമി ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ അച്ഛനും അവിടെ ഇരിക്കുകയാണ്. അച്ഛൻ നോക്കുമ്പോ ഓരോരുത്തർ പേപ്പറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു. ഒരാള് സ്വാമിയെ വിടുന്നില്ല. സ്വാമിക്ക് തൊട്ടപ്പുറത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരാൾ ഇരിക്കുമ്പം ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വാമി ആ എഴുത്തിങ്ങനെ വാങ്ങിച്ചിട്ട് കൈ ഇങ്ങനെ കാണിച്ചു ഒരു പിടി വിഭൂതി അയാൾക്ക് സൃഷ്ടിച്ചു കൊടുത്തു. അച്ഛൻ അത് കണ്ടിട്ട്, കാരണം അച്ഛനെ വിശ്വസിക്കാതിരിക്കാൻ ഒരു തരമില്ല. അങ്ങനെ അവിടെ മുഴുക്ക ഒരു ഭസ്മത്തിന്റെ മണവും. അച്ഛനാകെ ഇപ്പൊ ഇതൊക്കെ ഒരു സത്യമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം നന്നായിരിക്കും, നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സ്വാദ് നമ്മൾ അറിയുന്നത്. അങ്ങനെ അച്ഛൻ ആ ഒരു സത്യത്തെ അറിഞ്ഞു. എന്തറിഞ്ഞു? ഇത് വെറും ബാബയല്ല, വെറും സായി ബാബയല്ല, ഇത് ശ്രീ സത്യസായി ബാബയാണ്. അങ്ങനെ അന്ന് മുതൽ അച്ഛൻ ഒരു വലിയ ഡയറക്റ്റായിട്ട് കാണിക്കില്ലെങ്കിലും സമിതിയിൽ പോവാൻ തുടങ്ങി, സർവീസിന് വന്നു. അങ്ങനെ ഭഗവാൻ അച്ഛന് മോക്ഷപ്രാപ്തി കൊടുത്തു എന്ന് തന്നെയാണ്. ഞാൻ 17 അച്ഛൻ മരിച്ചു. അച്ഛനെയും നമസ്കരിക്കുന്നു. അച്ഛനും സായിരാം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം പിന്നെ ഇഷ്ടം പോലെ പ്രാവശ്യം ഞങ്ങൾ പർത്തിയിൽ വന്നു. ഞങ്ങൾ പിന്നെ വാദങ്ങളെല്ലാം തുറന്നു. പിന്നെ എനിക്ക് പിന്നെ ഒരു വിഷമം, അതുവരെയും ഒരു സ്ത്രീ, ഒരു ബ്ലൈൻഡായ ഒരു സ്ത്രീ എന്തെല്ലാം അനുഭവിക്കണം, എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അന്നത്തെ കാലത്ത് സ്ത്രീകളെയൊക്കെ പുറത്ത് വിടുക, കുട്ടികളെയൊക്കെ പുറത്ത് വിടുക, അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എങ്ങനെയോ എല്ലാ സ്ഥലത്തും സ്വാമി അങ്ങനെ പരിചയപ്പെട്ടതാണ് ഞാൻ വത്സല ആന്റിയെ. ആന്റിയുടെ ആ ധൈര്യം, അതൊക്കെ ഒരുപാട് പ്രാവശ്യം ആന്റിയുടെ മീറ്റിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
എനിക്ക് ആന്റിയിൽ നിന്ന് ഒരുപാട് പ്രചോദനം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത അനുഭവം. അപ്പൊ ഇത് ഞാൻ സമയക്കുറവ് കാരണം കട്ട് ചെയ്ത് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മോള് സ്വാമിയിൽ 10 മിനിറ്റും കൂടെ പറയാം മോളെ, പറഞ്ഞോളൂ. സ്വാമിയിൽ കൂടെ എങ്ങനെയാണ് ആ ഒരു തോണിയിൽ കയറി എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഓർക്കണം, ഇപ്പോഴും എല്ലാവരും ഓർക്കണം, ഞാൻ സ്വാമിയെ എല്ലാവരും കണ്ടിട്ടാണ് സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കണ്ണുകൾ നിറഞ്ഞ്. എനിക്കാണെങ്കിൽ എങ്ങനെയാണ് സ്വാമി അന്നത്തെ ഓർമ്മയാണ്. ഇന്ന് എനിക്ക് വയസ്സ് 46, 47 കഴിഞ്ഞു. അന്ന് കണ്ട ആ ഒരു ഫോട്ടോയാണ് ഇന്നും സ്വാമിയെ കുറിച്ച്. ഇപ്പൊ ഞാൻ കാണുകയില്ല, സ്വാമി എന്നെ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റം. അടുത്തത്, ഞാൻ എന്നിട്ട് +1 +2 ഒക്കെ പരീക്ഷ എഴുതാൻ പോയി, ഒക്കെ കഴിഞ്ഞു. +2ന്റെ എക്സാം ആയി. അപ്പൊ അന്ന് വേൾഡ് കപ്പ് 2005 6 4 എന്തോ ഒരു വേൾഡ് കപ്പ് വന്നു. അപ്പൊ എനിക്ക് ഈ എഴുതാനായിട്ട് വന്ന ആ കുട്ടിയുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദീപ. ഈ എഴുതാൻ വരുന്ന കുട്ടിയെ നമ്മൾ സ്ക്രൈബ് എന്നാണ് പറയുന്നത്. അപ്പൊ ദീപ എന്റെ സഹോദരി തുല്യമാണ്. ദീപ എക്കണോമിക്സ് ആണ് ഞാൻ. കാരണം എങ്ങനെയെങ്കിലും +1 +2 എടുത്തെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ മാറിപ്പോയി. കാരണം 10 വർഷം കഴിഞ്ഞില്ലേ, ഗ്യാപ്പ് വന്നില്ലേ എനിക്ക്. അത് കഴിഞ്ഞ് +1 +2 എഴുതി, സ്ക്രൈബ് വെച്ച് എഴുതി. അപ്പൊ ദീപ വേൾഡ് കപ്പ് ഞാൻ ഇങ്ങനെ കണ്ടോണ്ട് ഞാൻ ദീപയുടെ ആദ്യമേ പറഞ്ഞു, ദീപ നാളെ എക്കണോമിക്സിന്റെ എക്സാം ആണ്, ഞാൻ ഒന്നും പഠിക്കത്തില്ല, ദീപ പഠിക്കണം. കാരണം ദീപയുടെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്. ദീപ എന്നെക്കാട്ടില് കൊച്ചുകുട്ടിയാ. ദീപ പഠിച്ചോണ്ട് പറഞ്ഞു, ശരി ചേച്ചി ഞാൻ പഠിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മണക്കാട് ബോയ്സ് സ്കൂളിലോ ഗേൾസ് സ്കൂളിലോ എന്തോ ആണ് എക്സാം സെന്റർ തന്നത്. അപ്പൊ ഞങ്ങൾ പൊരി വെയിലത്ത്, ഈ സ്ക്രൈബ് ആയതുകൊണ്ട് ഞങ്ങളെ ഓഡിറ്റോറിയത്തിലാണ് കൊണ്ടിരുത്തിയത്. ഞങ്ങള് മാർച്ച് മാസം പൊരി വെയിലത്ത്, പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്ര പൊരി വെയിലത്ത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ്. ദീപയും ഒന്നും പഠിച്ചില്ല, പഠിച്ചതൊന്നും വന്നുമില്ല, ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ ABCD എങ്കിലും എഴുതി വെക്കാം എന്നൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞു. ഇനി എന്റെ കാര്യം പോക്ക, ഞാൻ ഇനി +2 എഴുതി ഡിഗ്രി എടുക്കുന്ന ഇനിയും എനിക്ക് പറ്റില്ല. അപ്പൊ എന്റെ കയ്യിൽ മോതിരമുണ്ട് സ്വാമിയുടെ. അതിന് മുന്നേ ജനുവരിയിലോ എപ്പോഴോ പോയിട്ട് വന്നപ്പോ അവിടുന്ന് വാങ്ങിച്ച ഒരു മോതിരമുണ്ട്, ഒരു ഗോൾഡൻ കളർ മോതിരം, സ്വാമിയുടെ മോതിരം ഇതുള്ള. ഇപ്പൊ ഞാൻ പറഞ്ഞു, ദീപ നോക്കിക്കോ, ഇപ്പൊ ഞാൻ പറയും, ചേച്ചിയുടെ സ്വാമി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞപ്പോ എന്റെ വിധം മാറി. അങ്ങനെയില്ല ദീപ, ഇപ്പൊ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ആ മോതിരം ഇങ്ങനെ ഈ വലത്തെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് സ്വാമി 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 സായിരാം 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 എന്ന് പറഞ്ഞു. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു കാണും, കൂടാന്ന് ഒരു ലേഡി ഇങ്ങനെ ഓടി വന്നിട്ട്, ഇയാള് പരീക്ഷയൊക്കെ എഴുതിയോ, എന്തൊക്കെ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് പേപ്പർ ഇങ്ങനെ തിരിച്ചു വെച്ച്, എനിക്ക് ഇപ്പോഴും പറയുമ്പോ എനിക്ക് പുല്ലരിക്കുകയാണ്, എങ്ങനെ പറ്റിയെന്നറിയില്ല. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട്, ഒന്നും എഴുതിയും തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ MCQ മുഴുവൻ പറഞ്ഞു തന്നു. എന്നിട്ട് പാസ്സാവാനുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ഇതിനുള്ള ഇതും ഒക്കെ പോയിന്റും ഒക്കെ ഇങ്ങനെ ചെയ്തു തന്നിട്ട്, ഇതൊക്കെ ഇരുന്ന് എഴുതിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഈ ദീപയ്ക്ക് അങ്ങ് അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും അതിശയം. ഞാനും ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ആ ഓഡിറ്റോറിയത്തില് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കുടിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോ നമുക്ക് ചോറുണ്ണാം എന്നൊക്കെ ഇങ്ങനെ ആ സംസാരമായി. ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോയാൽ മതി, കാരണം പേപ്പറിലൊന്നും ഇല്ല. ഇത്രയും പറഞ്ഞു തന്ന് ഫുൾ ഒരു 40-50 മാർക്കിന്റെ ആണ് അവര് അന്ന് എനിക്ക് പറഞ്ഞു തന്നത്. എന്നിട്ട് ദീപയ്ക്ക് കൈ വിറയ്ക്കുകയാണ്, കാരണം സ്വാമിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സ്വാമി ചില്ലറയല്ല, സ്വാമി ഭഗവാനാണ്. ഭഗവാൻ എന്തും നടത്താം. ഈ പറയുന്നത് ഒരിക്കലും കള്ളമല്ല, എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉള്ളതാണ്. അപ്പോഴാണ് സ്വാമിയുടെ ഈ നാമത്തിന് ഏറ്റവും ഉദാഹരണമാണ് ഓം ശ്രീ സായി അസഹായ സഹായായ നമഃ എന്നുള്ളത്. ഇപ്പോഴാണ് അതിന് ഒരു അർത്ഥം വരുന്നത്. എത്രയോ പേർക്ക് ഞാൻ അതിലൊരു തുള്ളി മാത്രം. അങ്ങനെ ഞാൻ ആ പരീക്ഷ എഴുതി, ഞങ്ങൾ പേപ്പർ കൊണ്ട് കൊടുത്തു.
അവര് പേപ്പറൊക്കെ ചിരിച്ചോണ്ടൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങള് അപ്പൊ ദീപ പറഞ്ഞു, ചേച്ചി നമുക്ക് ആ ടീച്ചറിനെ കണ്ടെന്നൊരു താങ്ക്സ് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ദീപ പറഞ്ഞു, ആ വയലറ്റ് സാരി ഉടുത്ത ഒരു 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 ടീച്ചർ. ഏത് വയലറ്റ് സാരി? ഏത് ടീച്ചർ? ആര് വന്നു? അവിടെ വന്നോ? അല്ല, അവരിങ്ങോട്ട് ചോദിക്കുന്നു. പിന്നെ ഞങ്ങൾ അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല. കാരണം ആര് പറഞ്ഞു തന്നിട്ടാണോ എഴുതിയത് എന്ന് അവര് പിടിക്കുമെന്ന്. കാലം കുറെ ആയി. പക്ഷേ ഭഗവാനിൽ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസം, അതിന് വേറെ ഒരു ഗുരുവിന്റെ അടുത്തും പോയാൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ സ്വാമി നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് അങ്ങനെ ഒരു ഭഗവാനിൽ വന്നു പെടാൻ സാധിച്ചത് എത്രയോ ജന്മത്തെ പുണ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിവാഹം കഴിഞ്ഞു, എൻ്റെ മകനുണ്ടായി. മകനും ബാലവികാസിലൊക്കെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡും ഡിവോട്ടി അല്ല, പക്ഷെ ഡിവോഷൻ ഉണ്ട്. എന്നെ എല്ലാ ഭജനയ്ക്കും കൊണ്ടുവിടും, വിളിച്ചോണ്ട് വരും. അങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. MA മ്യൂസിക് എന്ന് പറഞ്ഞപ്പോ അത് സ്വാമി തന്ന ഒരു പിച്ചയാണത്. കാരണം ജീവിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ അങ്ങനെ ഇപ്പോൾ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവെന്ന് പറയുന്നത് ശ്രീമതി രാധാ രമേശിനെ കണ്ടുമുട്ടിയതാണ്. മാമിനെ ഇവിടെയുള്ള പലവർക്കും, വത്സലാൻറ്റിക്ക് നല്ലോണം അറിയാവുന്നതാണ്. അപ്പൊ മാമിന്റെ അടുത്ത് എഗെയിൻ വേദം പഠിക്കാനുള്ള എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ മാമിന്റെ ശിക്ഷണത്തിൽ പഠിക്കുന്നു. ആ ഭഗവാന്റെ കൃപ കൊണ്ട് കുറച്ചു പേരെങ്കിലും എനിക്കൊന്ന് തിരുത്താൻ പറ്റുന്നുണ്ട്, സഹായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ വേദോദ്ധാരണം എന്ന ആ മിഷനിൽ ഭഗവാൻ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഒരു പുൽത്തരിമ്പ് പോലും ലോകത്ത് യൂസ് ഇല്ലാതെ ഇല്ല. പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാതായ എന്ത് ചെയ്യും? മൊബിലിറ്റി ഇല്ല. അങ്ങനെയല്ലല്ലോ, നിന്റെ ശബ്ദം നല്ലതാണല്ലോ, ഞാൻ നിനക്ക് നല്ലൊരു ശബ്ദം തരും, എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ മിഷനിലോട്ട് അടുപ്പിക്കും എന്നുള്ള ഭഗവാന്റെ ആ ഒരു സങ്കല്പമാണ് ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതില് ഇന്ന് ഞാൻ കരയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്ര സ്ട്രോങ് ആയിട്ടും ശബ്ദത്തോടും കൂടിയും ഞാൻ പറയുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോൽക്കുന്നത് ഭഗവാനായിരിക്കും. എനിക്ക് പിന്നെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഭഗവാനും ഇഷ്ടം. അപ്പോ അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പറയാൻ തന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം, സായിരാം, സായിരാം. തെറ്റുണ്ടെങ്കിൽ എൻ്റെ ചുമതലയാണ്. ഞാൻ എന്തെല്ലാം നന്മകൾ പറഞ്ഞോ അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സായിരാം, സായിരാം. ഭജന പാടുമ്പം ഒന്ന് ഓൺ ചെയ്യണം മോളെ വീഡിയോ. ഇനി പ്രസന്റേഷൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് അവള് വീഡിയോ ഓൺ ചെയ്യണമെന്ന് പറയായിരുന്നു. അല്ല, അത് പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് മതി. ഞാൻ പറയുമ്പോ ഓൺ ചെയ്താൽ മതി കേട്ടോ. నేను పైన భోంచేస్తూ ఉంటున్నాను. I was eating upstairs. అప్పుడు గృహం అమ్మాయి పైకి వచ్చింది. Gruham ఆయన Ammai ఈ came. దేహమునకు తల్లి. Gruham Ammai came upstairs. She was the mother to this body. ఏమి ఈనాడు పైకి వచ్చావమ్మా అన్నాను. Why have you come up, mother? I మీరు said. భోంచేయండి తర్వాత నేను చెప్తానని. You eat. Then afterwards I will say, she said. భోజనం అయిన తర్వాత After finishing my food, స్వామి, మన పల్లె చాలా కుగ్రామము. our village is a very, very small one. ఇక్కడ వైద్యమే లేకుండా చాలా బాధపడుతున్నారు. There's absolutely no medical facilities తల్లులు here. ఆ చంటిపిటని ఎత్తుకొని బుక్కబట్టున పరిగెత్తున్నారు. And because of that, many people go to Bukkapatnam. వాడు నడచలేక కూర్చొని అనేక శ్రమలు పడుతున్నారు. They cannot walk the distance, though they sit and they suffer a lot. అప్పుడు నేను చెప్పాను, Then I said, లేదు, ఈ గ్రామంలో నేను ఒక హాస్పిటల్ కట్టిస్తానన్నాను. I said, in this village, I'll get a hospital built. అప్పుడు మొట్టమొదట చిన్నది కట్టించాను. So in the beginning, a small hospital was built. తరువాత ఒక దినము పైకి వచ్చింది ఆమె.
Then a bigger hospital became. స్వామి మీరేమి అనుకోకూడదు, నాకు రెండవ కోరిక ఒకటి ఉన్నది, మీరు తీర్చాలని. Then she said, Swami, don't think otherwise. I've got a second desire. ఇన్ని వేల మంది వస్తుంటే వారి కోరికలంతా తీరుస్తున్నావే, నా కోరిక మాత్రం ఎందుకు తీర్చకూడదు? So many hundreds and thousands are coming to you. You're fulfilling their desires. Why ఏమి can't నీ you? కోరిక అన్నాను. Why can't you fulfill my desire? What is yours? I అప్పుడు asked. ఆమె చెప్పింది, Then she said, మన గ్రామంలో ఎక్కడ చూసినా కానీ నీరు లేకుండా అంతా ఎండిపోతున్నాయి. in our village there's absolutely no water. Everything is getting dried up. ఏం కావాలన్నాను. What do you want? I మన said. గ్రామంలో ఒక చిన్న బావిని త్రవ్వించండి అని. In our village, please get a well dug. చిన్న బావిని త్రవ్వించాము. Then I got a అది well మన dug. మందిరంలోనే త్రవ్వించాను. It was right in our గ్రామం village. జనం అంతా కూడా ఇక్కడికి వచ్చి నీరు తీసుకుని పోయేటువంటి వారు. The people of the village, all of them would come to this village and take water. అప్పుడు ఆమె చేరి మూడవ దినం వచ్చి, స్వామి నేను చాలా ఆనందంగా ఉంటున్నాను అన్నది. Then she came the third time and said, Swami, I'm very, very happy. కానీ మరొక్కటి మాత్రం నాలో ఉంటుండాలి. But there is still one desire. కనుక మన చిన్న చిన్న పిల్లలందరూ కూడాను చదువుకోవటానికని బుక్కపట్నం వెళుతున్నారు. All the little children are going to Bukkapatnam to వాడు study. నడచడానికే శక్తి లేనటువంటి పరిస్థితి తెచ్చుకుంటున్నాడు. They do not have the strength even to walk. కనుక మన స్కూల్లో ఒక చిన్న పిల్లలకంతా కూడాను ఒక స్కూల్ కట్టించండి అనింది. So please get a school built in this village. కట్టించాను. I got it built. అప్పుడు చాలా సంతోషించింది. Then she felt very happy. ఇంకా నాకు చాలు స్వామి ఈ కోరికలు అనేది. Then she said, enough, Swami, all my desires are fulfilled. అనగా ఆనాడు చిన్న స్కూలే కట్టించినప్పుడు ఈనాడు పెద్ద యూనివర్సిటీగా మారిపోయింది. So that little school now has been transformed. చిన్న విత్తనమే పెద్ద వృక్షంగా మారిపోతుంటది. It has become a big university. A small seed can become a big tree. పూర్వం అంత చిన్న హాస్పిటల్ కట్టించినటువంటిది Earlier, a small ఆ hospital. హాస్పిటల్ ఇప్పుడు సూపర్ స్పెషాలిటీగా మారిపోయింది. That small hospital has become the super speciality today. ఆనాడు ఏదో చిన్న బోర్వెల్లో ఒక చిన్న బావిలో వేసి నీరు ఇప్పిస్తున్నటువంటి వాడిని ఈనాడు మన జిల్లాకు అంతా కూడా పైప్స్ వేయించి చక్కని నీరు అందించాడు. In those days, when only a bore well and a well was there, today I have been able to supply them water. కనుకనే తల్లి సంకల్పములు ఉత్తమమైనప్పుడు కుమారుడు యొక్క సంకల్పం కూడా ఉత్తంగా ఉంటుంటాయి. So the thoughts and the deeds of the son are due to the. దానికి తగినటువంటి శక్తి సామర్థ్యములు కూడా చేకూర్చుకుంటాయి. So he gets the strength and the power to do these things. భారతదేశం యొక్క పవిత్రత ఎవరు కూడా సరిగా గుర్తించలేరు. Nobody has been able to understand the power and the purity of the mother. സായിരാം, രുക്മിണി ഇനി ഭജന പാടിക്കോളൂ. റേഡിയോ ഓൺ ആക്കിയിട്ട്. സായിരാം, സായിരാം. സായിരാം. ജയ ജഗദീശ, ജയ പരമേശ, ജയ ജഗദീശ, ജയ പരമേശ, നീലകണ്ഠ സദാശിവ, നീലകണ്ഠ സദാശിവ. ഓ ഹരി ഓ ഹരി ഓ ഹരി ഓ ദേവാദിദേവ ദീനദയാള, ദേവാദിദേവ ദീനദയാള, ചന്ദ്രശേഖര ശംഭോ, ചന്ദ്രശേഖര ശംഭോ, നീലകണ്ഠ
സദാശിവാ നീലകണ്ഠ സദാശിവാ ജയ ജഗദീശ ജയ പരമേശ നീലകണ്ഠ സദാശിവാ നീലകണ്ഠ സദാശിവാ ഓ ഹരി ഓം ഹരി ഓം ദേവാദിദേവ ദീനദയാ ചന്ദ്രശേഖര ശംഭോ ചന്ദ്രശേഖര ശംഭോ നീലകണ്ഠ സദാശിവാ നീലകണ്ഠ സദാശിവാ ജയ ജഗദീശ ജയ പരമേശ. മനോഹരായി. സായിരാം. സായി ഉപമ. നല്ല സൂര്യപ്രകാശത്തിൽ ഒരു ഭൂതക്കണ്ണാടി ഒരു കടലാസിന് മുകളിൽ പിടിച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് സൂര്യരശ്മി പതിപ്പിച്ചാൽ ആ കടലാസ് കത്തുന്നു. അതുപോലെ ഗോപികമാരുടെ ഹൃദയങ്ങൾ അവരുടെ എല്ലാ വൃത്തികളെയും ഏകാഗ്രമാക്കിയപ്പോൾ അവയിൽ ജ്ഞാനാഗ്നി ജ്വലിച്ചു. ആ ജ്വാല എല്ലാ കന്മഷങ്ങളും അകറ്റി അവർക്ക് സത്യം വെളിപ്പെടുത്തി കൊടുത്തു. ഗോപികമാരിൽ നിന്നും വെണ്ണ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ആ വെണ്ണ പ്രതിനിധീകരിക്കുന്നത് ഗോപികമാരുടെ ഹൃദയങ്ങൾ കടഞ്ഞെടുത്തപ്പോൾ ലഭിച്ച ഭക്തിയാണ്. ഒരു ചിഹ്നത്തെ അതിൻ്റെ വാക്കിന്റെ അർത്ഥമായിട്ട് വാക്കർത്ഥമായിട്ട് തന്നെ കാണിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കില്ല. കൃഷ്ണൻ കള്ളനല്ല, ചിത്തചോരനാണ്. ഒരു കള്ളൻ രാത്രികാലത്ത് ഉടമസ്ഥനെ ഉണർത്താതെയാണ് കട്ടെടുക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കള്ളൻ കക്കുമ്പോൾ ഉടമസ്ഥൻ ഉണരുന്നു, അല്ലെങ്കിൽ ഉണർത്തുന്നു. മോഷ്ടിക്കാൻ വന്നതാണെന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ആ കളവിന് ഇരയായ ആൾ പരമാനന്ദം അനുഭവിക്കുന്നു. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം ജപിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. 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 സായിരാം.